ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നയിച്ച കേരളയാത്ര സമാപിച്ചപ്പോൾ കേരളയാത്രയുടെ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശനും പ്രസംഗിച്ച ആ പ്രസംഗത്തെ ചൊല്ലി വലിയ വിവാദവും വലിയ ചർച്ചയുമാണ് സോഷ്യൽ മീഡിയയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ കാന്തപുരം ഉസ്താദ് നൽകിയ മറുപടിയും വലിയ ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മറുപടി കൊടുത്തത്, അത് നന്നായി പോയി എന്ന രീതിയിലാണ്. മാത്രമല്ല, വി.ടി. സതീശൻ നടത്തിയത് മുഖ്യമന്ത്രിക്കുള്ള കൃത്യമായ മുഖമടച്ചുള്ള മറുപടിയാണ്. മാർക്സിസ്റ്റുകാർ പറയുന്നത് മുഖ്യമന്ത്രി ഒരിക്കലും രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടില്ല, കഴിഞ്ഞ കാലങ്ങളിലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാന്തപുരം ഉസ്താദ് വി.ടി. സതീശനാണ് മറുപടി നൽകിയിട്ടുള്ളത്, വി.ടി. സതീശനാണ് അവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ നോക്കിയത് എന്നൊക്കെയുള്ള സംവാദങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇതൊരു രാഷ്ട്രീയ വേദിയല്ല, രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ഈ വേദി ഉപയോഗിക്കരുത്, രാഷ്ട്രീയമായ വേദിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തി. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദ് ആർക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്, ആർക്കാണ് മറുപടി കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നടത്തിയ ആ പ്രഭാഷണങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആർക്കാണ് മറുപടി കൊടുത്തത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 1 മണിക്കൂറിലധികം പ്രസംഗിച്ചിട്ടുണ്ട്. എഴുതി കൊണ്ടുവന്ന പ്രബന്ധം അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ പ്രസംഗമൊന്നും ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രഭാഷണം നിങ്ങളെല്ലാവരും അത് വാർത്താ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണല്ലോ. ആ പ്രഭാഷണങ്ങളുടെ ഭാഗങ്ങളൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച മുഖ്യമന്ത്രി ഏകദേശം 1 മണിക്കൂറിലധികം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സാധാരണ ചെയ്യുന്നത് പോലെ എഴുതിക്കൊണ്ടുവന്ന പ്രബന്ധം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ കേരളയാത്രയ്ക്ക് പറ്റുന്ന ഒരു പ്രബന്ധമായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ആദ്യഘട്ടത്തിലൊക്കെ കേരളയാത്രയെയും കാന്തപുരം ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞതെങ്കിൽ പിന്നീട് അത് തികച്ചും ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് കടക്കുകയായി. അവരുടെ കഴിഞ്ഞകാല ഭരണകാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളും അവരുടെ നേട്ടങ്ങളുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയെ ഇകഴ്ത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ കാലത്ത് നടന്ന പോരായ്മകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസ് പാർട്ടി നേതാക്കളെ ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടിയെ മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഏതൊരു കോൺഗ്രസ് നേതാവിനും ആ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ചൊടിപ്പിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ, അദ്ദേഹത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ പ്രതിപക്ഷ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റും കൊടുക്കാതെ മതപരമായിട്ടുള്ള സമ്മേളന വേദിയിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന ഉദ്ദേശത്തിൽ, പ്രതിപക്ഷ പാർട്ടിയെ ഇകഴ്ത്തുക എന്ന ഉദ്ദേശത്തിൽ സംസാരിക്കുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. അത്രയേ വി.ടി. സതീശന് ചെയ്തിട്ടുള്ളൂ. കേരളയാത്ര എന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറ് കാണിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിധേയത്വം കാണിക്കാനോ ഒന്നും അല്ലല്ലോ. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമായിരുന്നു, ഒരു യാത്രയായിരുന്നു. ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന, വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന ആളുകളെ മാത്രമാണ് മാറ്റി നിർത്തിയത്. ബാക്കിയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകൾക്കുമൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളായ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? അതൊരിക്കലും നടക്കില്ലല്ലോ. അങ്ങനെ നടക്കുമ്പോൾ പിന്നെ അടുത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർ മറുപടി പറയുമെന്നുള്ളത് സ്വാഭാവികമല്ലേ, രാഷ്ട്രീയ പോരിലേക്ക് നയിക്കുമെന്നത് തീർച്ചയല്ലേ. ഇതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തതെന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത ആളെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങളും രാഷ്ട്രീയവുമായിട്ടുള്ള പോരുകളുമൊക്കെ പറയേണ്ടത് അത് അവരുടെ സ്വന്തം രാഷ്ട്രീയ വേദിയിലല്ലേ.
അവിടെ മറുപക്ഷത്തെ എത്ര കുറ്റം പറഞ്ഞാലും വിമർശിച്ചാലും മറുപടി പറയാനൊന്നും ആരും ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അവരുടെ അനുയായികളും അവരുടെ നേതാക്കന്മാരും മാത്രമേ ആ വേദിയിലുണ്ടാവൂ. അപ്പം അത്തരം വേദിയിൽ അവർക്ക് രാഷ്ട്രീയം പറഞ്ഞോട്ടെ, വികസനം പറഞ്ഞോട്ടെ, നേട്ടങ്ങൾ പറഞ്ഞോട്ടെ, മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറഞ്ഞോട്ടെ, അത് തന്നെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഒരിക്കലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം രാഷ്ട്രീയ വികസനങ്ങൾ, അതും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അങ്ങനെ പറയുമ്പോൾ അതൊരിക്കലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കി നിൽക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രബന്ധം അവതരിപ്പിച്ച മുഖ്യമന്ത്രി അതെന്തുകൊണ്ട് ആലോചിച്ചില്ല? ഈ കേരള യാത്രയിലുടനീളം ജനങ്ങൾക്ക് സന്ദേശം കൈമാറിയത് എന്താണ്? നിങ്ങൾ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് ഈ യാത്രയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്ന്. അതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വരുമ്പോഴേക്കും അത് പർവ്വതീകരിച്ച് ഉയർത്തിക്കാട്ടി നിരന്തരമായിട്ട് ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുക, ഭരണപക്ഷത്തെ താഴെ ഇറക്കാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള പ്രതിപക്ഷങ്ങൾ. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും അതിനെ മറച്ചു വെക്കാനോ അതിനെ നിസ്സാരമാക്കാനോ ശ്രമിക്കുക. ഇതേപോലെ തന്നെയാണ് ഭരണപക്ഷവും. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ അഴിമതി നടത്തിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറികേടുകൾ അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയാലോ അതിനെ മറച്ചു വെക്കാനോ അതിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനെ നിസ്സാരപ്പെടുത്താനോ ശ്രമിക്കും. എന്നിട്ട് പ്രതിപക്ഷം എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിന് യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറ്റുമ്പോൾ അതിനെ പർവ്വതീകരിക്കുക, അതിനെ നിരന്തരമായിട്ട് പ്രചാരണ ആയുധമാക്കി വോട്ട് പിടിക്കുക, 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, 4 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നുള്ളത്. അതിൽ നിന്നും മാറിയിട്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ഭരണപക്ഷം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ചെറിയ തെറ്റുകൾ കാണുമ്പോൾ അത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ പരിഗണിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണവും രാഷ്ട്രീയ പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ ഉണ്ടായാലാണ് ഈ നാടിന്റെ പുരോഗതിയും ഈ സമൂഹത്തിന്റെ വളർച്ചയും സാധ്യമാകൂ എന്നാണ് ഈ കേരള യാത്രയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമാപന വേദിയിലും അത് തന്നെയാണ് ജനങ്ങൾക്ക് കൈമാറുന്ന സന്ദേശം. എന്നിട്ട് ആ പറഞ്ഞതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രസംഗം ആ വേദിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ, അതും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതെത്ര ലജ്ജാകരമാണ്. മനുഷ്യർക്കൊപ്പം എന്നുള്ള ആ പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് അതുവരെ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐക്യത്തോടെ പ്രവർത്തിക്കുക, പരസ്പരം കടിച്ചു കീറുന്ന ആ പ്രവണത ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ പ്രമേയത്തിനെതിരെ തന്നെ ആ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകം പ്രസംഗിക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നുള്ളത് ആർക്കും കഴിയാത്ത കാര്യമാണ്. പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് തനിക്ക് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി, അത്രേ അതിന് പറയേണ്ടതുള്ളൂ. മുഖ്യമന്ത്രി 1 മണിക്കൂർ കൊണ്ട് പ്രസംഗിച്ചത് മുഴുവൻ കേവലം 10 മിനിറ്റ് കൊണ്ടാണ് VT സതീശൻ പൊളിച്ചടുക്കിയത്. VT സതീശൻ ആദ്യം തന്നെ എന്ത് ചെയ്തു? സദസ്സിനെ കയ്യിലെടുത്തു. ഈ സംസ്ഥയുടെ പാരമ്പര്യവും ഉസ്താദിന്റെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സദസ്സിനെ കയ്യിലെടുത്ത്. എന്നിട്ടായിരുന്നു VT സതീശൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആ വെടി പൊട്ടിക്കൽ നടന്നത്. എന്നാൽ സദസ്സിൽ നിന്ന് വലിയ പിന്തുണയാണ് VT സതീശന് കിട്ടിയത്. വലിയ തക്ബീർ ധ്വനികളാണ് VT സതീശന്റെ വാക്കുകൾക്ക് കിട്ടിയത്. അതിന് കാരണം എന്താണ്? മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു പ്രഭാഷണം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളത് അവിടെ കൂടിയ ജനലക്ഷങ്ങൾക്കൊക്കെ അറിയാം. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് VT സതീശൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് അവിടെ കൂടിയ മുഴുവൻ ജനലക്ഷങ്ങൾക്കും അറിയാം. അതായിരുന്നു VT സതീശന്റെ വാക്കുകളിലൊക്കെ തക്ബീർ ധ്വനികൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പ്രതിപക്ഷ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടും സ്വന്തം പാർട്ടി ചെയ്ത നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണം നടത്തിയത് കൊണ്ടാണ്, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയത് കൊണ്ടാണ് VT സതീശന് ഇത്തരത്തിൽ മറുപടി പറയേണ്ടി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് എന്താ തോന്നുക? ഇതൊരു രാഷ്ട്രീയ വേദിയാണോ എന്ന് തോന്നിപ്പോ. രണ്ടുപേരുടെയും, VT സതീശന്റെ പ്രഭാഷണമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രഭാഷണമാണെങ്കിലും അത് കേൾക്കുന്ന ആളുകൾക്ക് എന്താ തോന്നുക? ഇതൊരു രാഷ്ട്രീയ വേദിയാണോ? രാഷ്ട്രീയ വേദിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പോലെയാണല്ലോ ഈ ഒരു മതപരമായിട്ടുള്ള സമ്മേളനത്തിൽ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശേഷം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ വേദിയല്ല, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഈ വേദിയിൽ നിങ്ങൾ പ്രസംഗിക്കേണ്ടതില്ല, രാഷ്ട്രീയ വേദിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല മറ്റാരെക്കൊണ്ടും ഇത് കഴിയുമെന്നുള്ളത്. അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇവർ 2 പേരെയും തിരുത്താൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞു എന്നുള്ളത് കാന്തപുരം ഉസ്താദിന്റെ ആ ധീരതയും ആർജവുമാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്.
മാത്രമല്ല ഇത് പിന്നത്തേക്ക് കാത്തു നിൽക്കാനൊന്നും കാന്തപുരം ഉസ്താദ് നിന്നിട്ടില്ല. കാരണം അദ്ദേഹം 90 വയസ്സ് കഴിഞ്ഞ ഒരു വയോധികനാണ്, ഒരു പണ്ഡിതനാണ്. ജനങ്ങൾക്ക് ഉടനടി തിരുത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ദീർഘദൃഷ്ടിയുള്ള ആ പണ്ഡിതൻ അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉടൻ തന്നെ അവർ രണ്ടുപേരെയും തിരുത്തിയത്. ഇതൊരു രാഷ്ട്രീയ വേദിയല്ല എന്നും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തരുത് എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, അവർക്ക് തിരുത്തി കൊടുത്തത് എത്ര അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രണ്ടു പേരുടെയും സ്ഥാനമാനങ്ങൾ അറിയാഞ്ഞിട്ടല്ലല്ലോ, അവരുടെ വലിപ്പം, അവരുടെ ജനപിന്തുണ അറിയാഞ്ഞിട്ടല്ലല്ലോ. എന്നിട്ടും അവരുടെ വലുപ്പവും ജനസമ്മതിയും അധികാരവും സ്വാധീനവും ഒക്കെ മനസ്സിലാക്കിയിട്ടും അവരെ തിരുത്താൻ ധൈര്യം കാണിച്ച, അതിനൊട്ടും വൈകാതെ അവസരം ഉപയോഗപ്പെടുത്തിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടി. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് ഏകദേശം ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സമ്മേളനത്തിൽ ഒരു സ്വാമി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് എന്ന് പ്രസംഗിച്ചു. ഒരു സ്വാമിജി അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, എൻ്റെ മുമ്പിലിരിക്കുന്ന ജനലക്ഷങ്ങൾ മുസ്ലിങ്ങളല്ലേ, മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നത് ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കൂലേ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും, അപ്പോൾ ഇവരുടെ കയ്യടി കിട്ടൂലേ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. എന്നാൽ ഉടൻ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ വാക്ക് പിൻവലിക്കണം, അത് ഈ വേദിയുടെ മഹത്വത്തെ നശിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉടൻ പറഞ്ഞു. അദ്ദേഹം തന്നെ അത് തിരുത്തി, ഞാൻ ആ പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നു, ഈ വേദിക്കത് യോജിച്ചതല്ല എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് പിൻവലിക്കുന്നു എന്ന് ആ സ്വാമിജി പറഞ്ഞത് നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. അവിടെ ഞാനത് തിരുത്തി കൊടുത്താൽ അയാൾ എന്താണ് ചിന്തിക്കുക എന്നൊന്നും കാന്തപുരം ഉസ്താദ് ചിന്തിച്ചില്ല. നമ്മളൊക്കെ എന്താ വിചാരിക്കുക? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, പല വേദികളിലും അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടിനെതിരെ, പ്രമേയത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അത് തിരുത്താനൊന്നും ആരും പോകാറില്ല. എന്നാൽ കാന്തപുരം ഉസ്താദ് അങ്ങനെയല്ല. അയാൾ എന്ത് ചിന്തിക്കുമെന്നോ അയാൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവുമെന്നൊന്നും കാന്തപുരം ഉസ്താദ് ചിന്തിക്കൂല. ഉടൻ അവരെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. ഇത് ഞങ്ങളുടെ നയത്തിനെതിരാണ്, ഇത് ഞങ്ങളുടെ നിലപാടിനെതിരാണ്, ഈ വേദിയുടെ മഹത്വത്തെ കളങ്കപ്പെടുത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഉടൻ തിരുത്താൻ ശ്രമിക്കുകയാണ്. അതാണ് ഇവിടെയും. ഇവിടെ മുഖ്യമന്ത്രിയാണ്, ഇവിടെ പ്രതിപക്ഷ നേതാവാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. എന്നിട്ടും അവരെ തിരുത്താൻ ധൈര്യം കാണിച്ച കാന്തപുരം ഉസ്താദ്, അത് ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു നേതാവിനെ നമുക്ക് വേറെ കാണാൻ കിട്ടൂല. ആ സ്ഥാനത്ത് വേറെ ആളായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരിക്കലും തിരുത്തുമായിരുന്നില്ല, അവർക്കെതിരെ ഇങ്ങനൊരു മറുപടി കൊടുക്കുമായിരുന്നില്ല, അത് തീർച്ചയാണ്. ഇത്തരം നിലപാടുകൾ അവസരത്തിന് എടുക്കുന്നത് കൊണ്ടാണ് ഈ മഹാമനീഷിയുടെ പിന്നിൽ ഞങ്ങളൊക്കെ അണിനിരക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവാദ പ്രസംഗങ്ങളുടെ പേരിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും കാന്തപുരം ഉസ്താദ് എന്താണ് അവിടെ പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം. ഏതായാലും സമാപന സമ്മേളനത്തിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളും അതിൻ്റെ സംഘാടന മികവും അതിൻ്റെ പ്രമേയങ്ങളുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ വിവാദ പ്രസംഗങ്ങളാണ് വലിയ ചർച്ചയാക്കിയതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ചർച്ചയായിട്ടുള്ളത് അതിൻ്റെ സംഘാടന മികവും അതിൽ കൂടിയ ജനലക്ഷങ്ങളും അതിൻ്റെ പ്രമേയവും അതിൻ്റെ പ്രസംഗങ്ങളുമൊക്കെ ആയിരുന്നു. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ എന്തെത്ര മനോഹരമായിരുന്നു. ഈ മാധ്യമങ്ങൾക്ക് അതൊന്നും വേണ്ട, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതൊന്നും വേണ്ട. ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം, അതിന് പരിഹാരം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ പോലും അതിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് ആകെ വേണ്ടത് വിവാദങ്ങളാണ്. എങ്ങനെയെങ്കിലും റീച്ച് കൂട്ടണം, കുറേ പ്രേക്ഷകരെ നിർമ്മിക്കണം. അപ്പോൾ അതിനു വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുക, ഈ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് എന്നിട്ട് അതിനെ വളച്ചൊടിച്ച് വാർത്തകൾ സൃഷ്ടിക്കുക, അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് റീച്ച് കൂട്ടാൻ ശ്രമിക്കുക. ഇതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ
കേരള യാത്രയിൽ ഉടനീളം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പ്രസംഗിച്ച കാര്യങ്ങൾ, ഓരോ ജില്ലയിലെയും പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങൾ, അവസാനം സമാപന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കൊടുത്ത ആ ഒരു നിവേദനം, ആ നിവേദനത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കേണ്ടത്. മാധ്യമങ്ങൾ അത് നിരന്തരമായിട്ട് ചർച്ച ചെയ്ത് ഭരണകൂടത്തോട് ആ കാര്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു പ്രേരണ കൊടുക്കണം. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിനൊന്നും കിട്ടൂല. അവർക്ക് ആകെ വേണ്ടത് വിവാദങ്ങളാണ്. വിവാദങ്ങൾ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുക, ഈ നാടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുക. ഈ വിവാദങ്ങൾ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ചിട്ട് അതിങ്ങനെ കത്തിച്ച് നിർത്തിയിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ? ഈ റീച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും നേട്ടം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? അപ്പോൾ കേവലം വിവാദങ്ങൾക്ക് പിറകെ പോകുന്ന, അത് മാത്രം ലക്ഷ്യം വെക്കുന്ന ഇത്തരം മാധ്യമങ്ങളുണ്ടല്ലോ, അവരാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. VT സതീശന്റെ പ്രസംഗത്തെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നവർക്കും, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ അനുകൂലിച്ചുകൊണ്ട് VT സതീശനെ കുറ്റം പറയുന്നവർക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള മറുപടി എന്ന് പറയുന്നത് കാന്തപുരം ഉസ്താദ് പറഞ്ഞ മറുപടി ഇവർക്ക് രണ്ടുപേർക്കുമുള്ളതാണ്. എന്നാൽ VT സതീശൻ അത്തരത്തിൽ പ്രസംഗിക്കാനുള്ള കാരണം അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗമായിരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടാവുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.